യോഗത്തിൻ്റെ അധ്യക്ഷൻ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, കേരള നിയമസഭയിൽ അതിശക്തമായി ജനങ്ങൾക്ക് വേണ്ടി പോരാടുന്ന പ്രിയപ്പെട്ട ശ്രീ നജീബ് കാന്തപുരം MLA, ആദ്യമായി നിയമസഭയിലേക്ക് കടന്നു വന്നെങ്കിലും പരിചയസമ്പന്നതയുടെ പ്രതീകമായി മാറിയിട്ടുള്ള പ്രിയപ്പെട്ട ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ കൂടിയായ ശ്രീ VS ജോയി MLA, പ്രിയപ്പെട്ട എൻ്റെ ആത്മസുഹൃത്തും മുൻ മന്ത്രിയുമായ ശ്രീ നാലകത്ത് സൂപ്പി, ഞങ്ങൾ ഒരുമിച്ച് മന്ത്രിമാരായിരുന്നു, MLA മാരായിരുന്നു, വർഷങ്ങളുടെ ബന്ധമാണുള്ളത്. പ്രിയപ്പെട്ട ജില്ലാ പോലീസ് സൂപ്രണ്ട് ശ്രീമതി ചൈത്ര തെരേസ ജോൺ, മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി സുരയ്യ ഫറൂഖ്, പ്രിയപ്പെട്ട ശ്രീ MB ഫസൽ മുഹമ്മദ്, പ്രിയപ്പെട്ട ശ്രീ ബാബുരാജ്, AK നിസാർ മാസ്റ്റർ, ഹുസൈൻ കളപ്പാടൻ ഉൾപ്പെടെയുള്ള മറ്റ് വിശിഷ്ട അതിഥികളെ, സ്വാഗതം ആശംസിച്ച ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നജ്മ തബ്ഷിറ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, വിദ്യാർത്ഥികളെ, സുഹൃത്തുക്കളെ, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇവിടെ പെരിന്തൽമണ്ണയിൽ ഓപ്പറേഷൻ തുഫാൻ്റെ വിജയത്തിന് വേണ്ടി ബഹുമാനായ നമ്മുടെ MLA നേതൃത്വത്തിൽ, പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ, ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ വലിയ പരിപാടികൾ സംഘടിപ്പിച്ചു എന്നുള്ള വിവരം ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി. കേരളമെമ്പാടും ഇന്ന് ജനങ്ങൾ ഏറ്റെടുത്ത പരിപാടിയാണ് ഓപ്പറേഷൻ തുഫാൻ, ദ നർക്കോ ഹണ്ട്. ആരംഭിച്ചത് ആഭ്യന്തര വകുപ്പാണെങ്കിലും ഈ പദ്ധതി ഇന്ന് ജനങ്ങൾ സ്വയം ഏറ്റെടുത്തിരിക്കുകയാണ്. എവിടെ പോയാലും നമുക്ക് കാണാൻ കഴിയുന്നത് ഓപ്പറേഷൻ തുഫാന് വേണ്ടിയിട്ടുള്ള സമ്മേളനങ്ങൾ, ജാഥകൾ, കലാപരിപാടികൾ, ഷോർട്ട് ഫിലിമുകൾ, നാടകങ്ങൾ, അതോടൊപ്പം തന്നെ ചെറുതും വലുതുമായ ബോധവൽക്കരണ ക്യാമ്പുകൾ, ക്ലബ്ബുകളുടെ നേതൃത്വത്തിലുള്ള പരിപാടികൾ എല്ലാമാണ്. ഇതൊരു ഗവൺമെൻറ് പരിപാടിയായിട്ടാണ് തുടങ്ങിയത്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ VD സതീശനാണ് ജൂൺ 2-ാം തീയതി തിരുവനന്തപുരത്ത് കോട്ടൺ ഹിൽ സ്കൂളിലാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത്. ഇന്ന് ഏതാണ്ട് 44 ദിവസങ്ങൾ പിന്നിടുകയാണ്. ഈ 44 ദിവസങ്ങൾക്കകം 7000-ഓളം ആളുകളെ കേരള പോലീസ് അറസ്റ്റ് ചെയ്തു. 6500 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 70 കോടി രൂപയുടെ മയക്കുമരുന്നുകൾ പിടിച്ചെടുത്തു. ഏതാണ്ട് 15ഓളം ആളുകളുടെ വസ്തുക്കൾ കണ്ടെത്തി. കാരണം ഇതിൽ നിന്ന് ഉണ്ടായ വരുമാനത്തിലൂടെ ഉണ്ടാക്കിയ വസ്തുക്കൾ, കെട്ടിടങ്ങളടക്കം പിടിച്ചെടുത്തു. മാത്രമല്ല 70 പേരെ ഇപ്പോൾ പോലീസ് വിവിധ ആശുപത്രികളിലായി അവരെ ചികിത്സിപ്പിക്കുകയാണ്. ഒരുപക്ഷെ കേരള ചരിത്രത്തിൽ ഇതുപോലെ ജനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നടക്കുന്ന മറ്റൊരു മഹാ ദൗത്യം നമുക്ക് കാണാൻ സാധ്യമല്ല. ഇതെന്തിനു വേണ്ടിയാണ്? പ്രിയപ്പെട്ട നജീബ് ഇവിടെ ചൂണ്ടിക്കാണിച്ചു, ഇത് നമ്മുടെ ചെറുപ്പക്കാരെ രക്ഷിക്കാനാണ്, പുതിയ തലമുറയെ രക്ഷിക്കാൻ വേണ്ടിയാണ്, നമ്മുടെ തലമുറ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയാണ്. കേരളം ഒരു കൊളംബിയായി മാറാൻ പാടില്ല. ഏറ്റവും വലിയ മയക്കുമരുന്ന് ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു രാജ്യമാണ് കൊളംബിയ. ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സംസ്ഥാനമായിരുന്നു പഞ്ചാബ്. ഇന്ന് ആ പഞ്ചാബിനെ കടത്തിവെട്ടിക്കൊണ്ട് കേരളം മുന്നിലെത്തുകയാണ്. നമ്മുടെ കുഞ്ഞു മക്കൾ, അവർക്ക് കൊടുക്കാൻ വേണ്ടി മയക്കുമരുന്നിൻ്റെ മുഠായികൾ തയ്യാറാക്കപ്പെടുന്നു. കുഞ്ഞുങ്ങളുടെ ചുണ്ടത്ത് വെച്ച് കൊടുക്കുന്ന കൂൾ ലിപ്സ് മയക്കുമരുന്നിൻ്റെ ആദ്യത്തെ ഘട്ടമാണ് എന്ന പാവങ്ങൾ തിരിച്ചറിയുന്നില്ല.
കാസർഗോഡ് പോലീസ് പരിശോധിച്ചപ്പോൾ കൂൾ ലിപ്സ് ഉണ്ടാക്കുന്ന ഫാക്ടറി കണ്ടെത്തി. 15ഓളം പേരെ അറസ്റ്റ് ചെയ്തു. ലക്ഷക്കണക്കിന് മുട്ടായികൾ അവിടെ നിന്ന് പിടിച്ചെടുത്തു. ഈ മുട്ടായികൾ പിഞ്ചോമനകളുടെ ചുണ്ടിൽ വെച്ചു കൊടുക്കാൻ വേണ്ടി ഈ ഭീകരന്മാർ ഉണ്ടാക്കിയതാണ് എന്ന് തിരിച്ചറിയുന്നു. അവരെ മുഴുവൻ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുകയാണ്. ഈ നരാധപന്മാർ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി നശിപ്പിക്കുന്നു. ഒരിക്കൽ മയക്കുമരുന്ന് ഉപയോഗിച്ചാൽ പിന്നെ മയക്കുമരുന്നില്ലാതെ ജീവിക്കാൻ കഴിയാത്ത അന്തരീക്ഷം ഉണ്ടാകുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് കേരളത്തിലെ പോലീസ് നിതാന്ത ജാഗ്രതയോടെ ഈ മയക്കുമരുന്ന് ഉൽപ്പാദിപ്പിക്കുന്നവർ, വിതരണം ചെയ്യുന്നവർ, ഉപയോഗിക്കുന്നവർ എല്ലാവരെയും പിടികൂടിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ നമ്മുടെ നാട്ടുകാർക്ക് മയക്കുമരുന്ന് മാഫിയയെ പേടിയായിരുന്നു. ഇപ്പം മാഫിയയ്ക്ക് ജനങ്ങളെ പേടിയാണ്. കേരളത്തിലെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ 4 ടീം ഉണ്ടാക്കിക്കൊണ്ട് അവിടെ ഫോൺ വെച്ചിരിക്കുകയാണ്. ഈ വരുന്ന ഫോൺ കോളുകൾ, ആ ഫോൺ കോളുകളുടെ സത്യാവസ്ഥ പരിശോധിച്ച് അപ്പോൾ തന്നെ പോലീസ് ടീം അവിടെ എത്തി നിങ്ങൾ പറയുന്ന ഓരോ സ്ഥലവും പരിശോധിച്ച് അരിച്ചു പെറുക്കി ആളുകളെ അറസ്റ്റ് ചെയ്യുകയും ലഹരി പദാർത്ഥങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്യുകയാണ്. പോലീസ് ഇത്രയും കാര്യമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഓപ്പറേഷൻ അടുത്ത കാലത്ത് നടന്നിട്ടില്ല. കഴിഞ്ഞൊരു ദിവസം വൈകുന്നേരം 7 മണി മുതൽ പിറ്റേ ദിവസം രാവിലെ 7 മണി വരെ കേരളത്തിലെ 478 പോലീസ് സ്റ്റേഷനിലും പോലീസ് കോമ്പിങ് നടത്തി. എന്ന് വെച്ചാൽ പോലീസ് എല്ലായിടവും പരിശോധിച്ചു. പോലീസ് നായ്ക്കളെ ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും ഫലപ്രദമായ നിലയിൽ ഈ മയക്കുമരുന്നിൻ്റെ കേന്ദ്രങ്ങൾ പിടിച്ചു. രാത്രി മുഴുവനുള്ള കോമ്പിങ്ങിൽ 100 കണക്കിന് ആളുകളെയാണ് അന്ന് അറസ്റ്റ് ചെയ്തത്. നമ്മുടെ നാട് എങ്ങോട്ട് പോകുന്നു? ആൺകുട്ടികൾ മാത്രമല്ല, പെൺകുട്ടികൾ, അവരെ വലയിലാക്കാൻ നടത്തുന്ന ഈ ശ്രമങ്ങളെ നമുക്ക് പരാജയപ്പെടുത്തണം. ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടികൾ, രാവിലെ സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾ, അവരുടെ എല്ലാം കൈകളിൽ ഈ വിഷത്തിൻ്റെ പാക്കറ്റുകൾ കൊടുത്ത് അവരുടെ ജീവിതം നശിപ്പിക്കുന്ന ഈ രാക്ഷസന്മാർക്കെതിരെയാണ് നമ്മുടെ പോരാട്ടം. ഒരു സംശയവും വേണ്ട, കേരളത്തിൽ ലഹരി മാഫിയയുടെ വേരറക്കുന്നത് വരെ കേരള പോലീസ് ഈ പ്രവർത്തനവുമായി മുന്നോട്ട് പോകും. ഇപ്പം ലഹരി മാഫിയ ഇപ്പം പ്രവർത്തിക്കുന്നില്ല കേട്ടോ. കേരളത്തിൽ നമ്മളെക്കാൾ ബുദ്ധിയുള്ളവരാണവർ. അവർക്കറിയാം ഓപ്പറേഷൻ തുഫാൻ ഉള്ളതുകൊണ്ട് ഇപ്പം തൽക്കാലം പ്രവർത്തനം നിർത്തിവെച്ചിരിക്കുക. അവർ പറയുന്നത് എന്താണെന്നറിയാം, അവരുടെ ഫോണൊക്കെ നമുക്ക് കേൾക്കാൻ കഴിയുമല്ലോ. ഇതേ തുടക്കത്തിൽ ഈ ഒരു ഗവൺമെൻറ് വന്നതിൻ്റെ ആവേശമാണ്. കുറച്ച് കഴിഞ്ഞാൽ അവരൊക്കെ ഇത് മറന്നു പോകും. അതുവരെ നമ്മുടെ ബിസിനസ് നിർത്തിവെക്കണം. ഇപ്പം അത് കഴിഞ്ഞ് നമുക്ക് വീണ്ടും ഇറങ്ങാമെന്നാണ്. ആ മാഫിയയ്ക്ക് തെറ്റിപ്പറ്റിപ്പോയിരിക്കുന്നു. ഈ ഗവൺമെൻറ് കേരള പോലീസിൽ ഒരു സ്ഥിരമായ സംവിധാനം ഈ ലഹരി പദാർത്ഥങ്ങൾ പിടിക്കാൻ വേണ്ടി രൂപീകരിക്കുന്നു എന്ന് നിങ്ങളെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു ADGP, ഒരു IG, എല്ലാ കേരളത്തിലെ പോലീസിന് 20 ജില്ലകളാണ്, 20 പോലീസ് ജില്ലകളാണ്. 20 ജില്ലകളിലും DYSPമാർ, താഴെ CIമാർ, SIമാർ, നല്ല ഒരു പോലീസ് ഘടന ഇതിനു വേണ്ടി ഉണ്ടാക്കുകയാണ്. നാർക്കോട്ടിക് ഈസ് എ ഡർട്ടി ബിസിനസ്. ഇതാരാണ് പറഞ്ഞത് നിങ്ങൾക്കറിയാമല്ലോ. ആ പറഞ്ഞയാളാണ് നമ്മുടെ ഈ ദൗത്യത്തിൻ്റെ അംബാസഡറായി പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് സത്യം. അദ്ദേഹവും തെന്നിന്ത്യൻ സിനിമയിലെ ജനനായകനായ ആരാണ് ജനനായകൻ? വിജയും ഒരുമിച്ച് കൊച്ചിയിൽ ചേർന്നുകൊണ്ട് ഈ മഹാവിപത്തിനെതിരായി വലിയ ഒരു പോരാട്ടം നടത്തുകയാണ്. രണ്ടാമത് മോഹൻലാൽ എത്തുന്നത് മലപ്പുറത്താണ് എന്ന് കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 2 പരിപാടി തരാമെന്നാണ് പറഞ്ഞത്. ഒന്ന് കൊച്ചി, ഒന്ന് മലപ്പുറത്ത്, അല്ലെങ്കിൽ കോഴിക്കോട്, ഏതാണെന്ന് നമുക്ക് തീരുമാനിക്കാം.
മലപ്പുറം വേണം അല്ലേ? ശരി, അത് നമുക്ക് ചർച്ച ചെയ്ത്. ഏതായാലും ഞാൻ വിജയെ കണ്ടല്ലോ, കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ പോയി അദ്ദേഹത്തെ കണ്ടു. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ കണ്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം വളരെ ഗൗരവത്തോടെ എന്നോട് പറഞ്ഞു, ഓപ്പറേഷൻ തുഫാൻ്റെ അലയടികൾ തമിഴ്നാട്ടിൽ വലിയ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് എന്നോട് പറയുകയുണ്ടായി. കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാറിനെ കണ്ടപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങൾ കേരളത്തിൽ എന്താ ചെയ്യുന്നത്? ഇതിൻ്റെ ഏറ്റവും വലിയ പ്രചരണങ്ങൾ നടക്കുന്നത് കർണാടകത്തിലാണെന്ന്. അടുത്ത ദിവസം ഞാൻ ചന്ദ്രബാബു നായിഡുവിനെ കാണുന്നുണ്ട്. നമ്മുടെ തെക്കേ ഇന്ത്യ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും ഗവൺമെൻറ്റുകളും ഒരുമിച്ച് നിന്നുകൊണ്ട്, കാരണം ഇതിൻ്റെ സോഴ്സ് ഞങ്ങൾക്ക് മനസ്സിലായി, ഇത് എവിടെ നിന്നാണ് ഈ വരുന്നത്. അത് ഞാൻ വിശദമാക്കുന്നില്ല, കാരണം അത് വിശദമാക്കിയാൽ അത് രഹസ്യം പുറത്തു പോകും. എവിടെ നിന്നാണ് ഇത് വരുന്നതെന്ന് നമുക്കറിയാം, ആരാണ് കൊണ്ടുവരുന്നതെന്ന് നമുക്കറിയാം, ആരാണ് ഉപയോഗിക്കുന്നതെന്നറിയാം. ഈ 3 കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ കേരള പോലീസിന് ഇത് അവസാനിപ്പിക്കാൻ കഴിയൂ. പല ആളുകളും ഈ നമ്മുടെ ശ്രമത്തെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. അവർ വലിയ ആളുകളാണ്, വലിയ ശക്തിമാന്മാരാണ്, വലിയ പണമുള്ളവരാണ്. അവരുടെ മുമ്പിൽ കേരള ഗവൺമെൻറ് മുട്ടുമടക്കില്ല. നിശക്തമായി തന്നെ കേരള പോലീസ് അതിനെ നേരിടും. നമ്മുടെ നാട്ടിലെ പിഞ്ചോമനകളെ തകർക്കുന്ന ഈ മരണത്തിൻ്റെ വ്യാപാരികളെ നിലയ്ക്ക് നിർത്തേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. നമ്മുടെ നാട് നശിക്കാൻ പാടില്ല, നമ്മുടെ സംസ്ഥാനം നശിക്കാൻ പാടില്ല. നമ്മുടെ സംസ്ഥാനത്തെ പിഞ്ചോമനകളെ ഓർത്ത് നമുക്ക് വിലപിക്കേണ്ട അവസരം ഉണ്ടാകാൻ പാടില്ല. ഞാനൊരു കാര്യം തുറന്ന് പറയട്ടെ, ഏറ്റവും വലിയ പിന്തുണ ഓപ്പറേഷൻ തുഫാൻ ലഭിക്കുന്നത് നമ്മുടെ ഉമ്മമാരുടെ ഭാഗത്തു നിന്നാണ്, നമ്മുടെ അമ്മമാരുടെ ഭാഗത്തു നിന്നാണ്, സഹോദരിമാരുടെ ഭാഗത്തു നിന്നാണ്. മക്കളെ ഓർത്ത് വിലപിക്കുന്ന, വീർപ്പം മുട്ടുന്ന, മക്കളുടെ ദുഃഖങ്ങളും പ്രയാസങ്ങളും കണ്ട് വേദനിക്കുന്ന, സങ്കടപ്പെടുന്ന ഉമ്മമാരുടെയും ഭാഗത്തു നിന്നാണ് ഈ പദ്ധതിക്ക് ഏറ്റവും വലിയ പിന്തുണ. എനിക്ക് വരുന്ന ആയിരക്കണക്കിന് ഫോൺ കോളുകൾ, എനിക്ക് വരുന്ന മെയിലുകൾ, കത്തുകൾ, അതെല്ലാം സൂചിപ്പിക്കുന്നത് നമ്മുടെ അമ്മമാർ എത്രമാത്രം കേരളത്തിൽ സങ്കടപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. പലരും പേര് വെക്കുന്നില്ല, പേര് വെക്കാതെയാണ് പലരും എഴുതുന്നത്. പലരും ഫോൺ നമ്പർ മാത്രം തരുന്നു, ആ ഫോൺ നമ്പർ ഞാൻ പോലീസിന് കൈമാറുന്നു. അത് അന്വേഷിക്കും, അവർ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ എന്ന് അന്വേഷിച്ച് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കും. ഞാൻ എൻ്റെ വാക്ക് ദീർഘിപ്പിക്കുന്നില്ല. ഇന്നിവിടെ ഒരു മഹാദൗത്യം എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ പെരിന്തൽമണ്ണയുടെ പ്രിയപ്പെട്ട MLA നജീബ് കാന്തപുരം ഏറ്റെടുത്തിരിക്കുകയാണ്. നജീബ് എന്നോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ഈ തുടങ്ങിയ സമയം മുതൽ എന്നോട് പറയും, പെരിന്തൽമണ്ണ ആയിരിക്കും നമ്പർ 1 ഓപ്പറേഷൻ തുഫാൻ്റെ കാര്യത്തിൽ. അദ്ദേഹം ഈ നിയമസഭയിലെ പ്രസംഗത്തിലും പുറത്തും ഓപ്പറേഷൻ തുഫാന് വേണ്ടി നൽകുന്ന പിന്തുണയ്ക്ക് പ്രത്യേകം നന്ദി രേഖപ്പെടുത്താൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. ഞാനിപ്പോഴും ഓർക്കുന്നു, അദ്ദേഹം ആദ്യമായി ഇവിടെ മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കൺവെൻഷൻ ഞാനാണ് ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹം ജില്ലാ പഞ്ചായത്തിൽ മത്സരിച്ചപ്പോൾ കട്ടിപ്പാറയിൽ ഞാനാണ് അദ്ദേഹത്തിൻ്റെ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. യൂത്ത് ലീഗിൻ്റെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ കൊയിലാണ്ടിയിൽ അദ്ദേഹത്തിൻ്റെ പദയാത്രയുടെ സമാപനം ഞാനാണ് ഉദ്ഘാടനം ചെയ്തത്. ഞങ്ങൾ തമ്മിൽ വളരെ വർഷങ്ങളുടെ അടുപ്പവും ബന്ധവുമുണ്ട്. എൻ്റെ ഒരു ഡൂപ്പാണ് എന്ന് പറയാറുണ്ട്. ഞങ്ങൾ രണ്ടുപേരും സഹോദരന്മാരാണ്. കേരള രാഷ്ട്രീയത്തിൽ ഒത്തിരി ഉയരങ്ങളിലേക്ക് എത്തിച്ചേരേണ്ട എൻ്റെ സഹോദരൻ നജീബിന് എല്ലാവിധ ആശംസകളും ഞാൻ നേരുകയാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് മണ്ഡലം, അതോടൊപ്പം തന്നെ നമ്മുടെ മുനിസിപ്പാലിറ്റി എല്ലാവരുടെയും നേതൃത്വത്തിലാണ് ഈ പരിപാടി നടക്കുന്നത്. എല്ലാവരോടും ഞാൻ നന്ദി. ഇനി ഒരു പരിപാടി കൂടി ഇവിടെ ഉണ്ട്, അതുകൊണ്ട് ദീർഘിപ്പിക്കുന്നില്ല. ഇത് ഇന്ന് അവസാനിക്കുന്നില്ല, ഇത് തുടരുകയാണ്. അതാണ് നജീബ് ഇവിടെ പറഞ്ഞു. 1 വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ഈ പരിപാടിയുമായി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ നാടിനെ രക്ഷിക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. ആ ദൗത്യത്തിൽ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. ഇതൊരു യുദ്ധമാണ്.
ഈ യുദ്ധത്തിൽ നമുക്ക് ജയിച്ചേ മതിയാകൂ. പുതിയ തലമുറയെ രക്ഷിച്ചേ മതിയാകൂ. അതിനുവേണ്ടി പെരിന്തൽമണ്ണയിൽ ഒരുക്കിയ ഈ വൻപിച്ച പരിപാടികൾക്ക് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. യോഗം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. താങ്ക് യു.